വക്കം ഗ്രാമപഞ്ചായത്ത് CDS തിരഞ്ഞെടുപ്പ് വക്കം ഫാർമേഴ്സ് ഹാളിലാണ് നടന്നത്. തുടക്കത്തിൽ നല്ല നിലയിൽ നടന്ന തിരഞ്ഞെടുപ്പ് നടപടികൾ പിന്നീട് ചട്ടവിരുദ്ധമായി മാറിയെന്നാണ് ആക്ഷേപം. പാനൽ മനസ്സിലായതോടെ തങ്ങളുടെ നില പരുങ്ങലിലാണെന്ന് തിരിച്ചറിഞ്ഞ് CPM പ്രവർത്തകർ ഹാളിലേക്ക് കടന്നു കയറി അക്രമം കാട്ടിയതായാണ് പരാതി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണത്രേ ഇതിന് നേതൃത്വം നൽകിയത്. താൻ ആവശ്യപ്പെട്ടിട്ടും പോലീസ് സുരക്ഷ ഒരുക്കിയില്ല എന്നാണത്രേ വരണാധികാരിയുടെ പക്ഷം. തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ വരണാധികാരിയും ഉപവരണാധികാരിയും വിശദീകരിച്ചില്ലെന്നും പരാതിയുണ്ട്. ഇലക്ഷനിൽ തങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകണമെന്ന ധാർഷ്ട്യമാണ് CPM പ്രവർത്തകർ കാട്ടിയതെന്നും ഇവർ പറയുന്നു. ഇപ്പോൾ നമ്മുടെ വക്കം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. CDSന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 20/12/2026 CDSന്റെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഫാർമേഴ്സ് ഹാളിൽ വെച്ച് നടത്തിയിരുന്നു. ഒരു വരണാധികാരിയാണ് അവിടെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ വരുന്ന CDSന്റെ പോസ്റ്ററിൽ വരുന്ന സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം. പ്രൊട്ടക്ഷൻ വരണാധികാരി കൊടുക്കണ്ട, അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ച് വേണം എന്ത് ചെയ്യാൻ നമുക്ക് ആ പരിപാടി അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടം പാലിച്ചുകൊണ്ട് കൃത്യത വരുത്തേണ്ട ഉത്തരവാദിത്തം വരണാധികാരിക്കുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ നമുക്ക് സാധിക്കാൻ കഴിഞ്ഞില്ല. 14 വാർഡിൽ നിന്ന് CDS അംഗങ്ങളിൽ നിന്ന് ഒരു ചെയർപേഴ്സണെ വൈസ് ചെയർപേഴ്സണെ എടുക്കേണ്ട ഒരു വോട്ടിംഗ് വന്നു. വോട്ടിംഗ് ചെയ്തതിന് ശേഷം ബാലറ്റ് പേപ്പർ കൊടുക്കുന്നതിന് മുൻപ് ഈ വോട്ടിംഗ് എങ്ങനെ നടത്തണമെന്ന് ഒരു നിർദ്ദേശം, അതായത് ആ വോട്ടിംഗ് പാനൽ 2 പേരാണ് വോട്ടിംഗ് പാനലിലുള്ളതെന്നും നമുക്ക് വോട്ടിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ മുന്നിൽ അതായത് ഇൻറ്റു മാർക്ക് ഗുണനം മാർക്ക് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തം വരണാധികാരിക്കോ ഉപവരണാധികാരിക്കോ ഉണ്ടായിരുന്നു. പക്ഷേ 2 പേരും അത് പറഞ്ഞിട്ടില്ല. വൈസ് ചെയർപേഴ്സന് 2 പേര് നോമിനേഷൻ കൊടുത്തു. ഒന്ന് സബിത, ഒന്ന് സിമി. അതിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു നടപടിക്രമം അനുസരിച്ച് ഒരാൾ BPL അംഗം ആവണമെന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ അസാധുവായ വോട്ട് ഒഴിച്ചിട്ട് ബാക്കി ഒരാൾ ജയിച്ചു. ആ ആൾ APL അംഗം ആയതുകൊണ്ട് അടുത്തത് BPL അംഗം വന്നാൽ മതി, അല്ലെങ്കിൽ BPL അംഗത്തിന് മാത്രമേ അതിൽ വരാൻ സാധിക്കുകയുള്ളൂ എന്നൊരു കാര്യം പറഞ്ഞ് രണ്ടാമത് നോമിനേഷൻ കൊടുത്ത ആളിൻ്റെ പേര് പോലും ഒരു ബാലറ്റ് എടുത്ത് വോട്ടിംഗ് തയ്യാറാവുകയോ അല്ലെങ്കിൽ വോട്ടിംഗ് ആ ഒരു നടപടിക്രമത്തിലോട്ട് പോവുകയോ ചെയ്യാതെ വരണാധികാരി ഫസ്റ്റ് ചെയർപേഴ്സൺ APL ആയതുകൊണ്ട് ഇനി അടുത്ത വൈസ് ചെയർപേഴ്സൺ BPL വന്നാൽ മതി എന്ന് പറഞ്ഞ് ആ CPMന്റെ പാനലിലുള്ള BPL എന്ന അംഗത്തിനെ എടുക്കുകയാണ് ചെയ്തത്. ഇതേക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു.